ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം പുറത്തു പറയുന്നില്ലെങ്കിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. റിനി ജോർജ് എന്ന ഈ കുലസ്ത്രീ പറഞ്ഞ കല്ല് വെച്ച നുണയാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ പരാതി ആയി വന്നത്? ഒരു വീഡിയോസിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഈ വ്യക്തിക്കെതിരെ ഈ അടുത്ത് ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ചാനലുകാരൻ ചോദിക്കുന്നത് അങ്ങനെ ആരെങ്കിലും അറിവിലുണ്ടോ? ഇല്ല, ഞാൻ എൻ്റെ പല സുഹൃത്തുക്കൾ മുഖാന്തരം അറിഞ്ഞു എന്ന്. ഓക്കെ, ഇതിൽ പറയുന്നത് ഒന്നും കൂടി നിങ്ങളായി കേൾക്കാം. തന്നെ അറിയാമല്ലോ, അവരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ സംഘടനയിൽ ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം പുറത്തു പറയുന്നില്ലെങ്കിൽ അതൊക്കെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിലെത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ വിഷയം, സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. പിന്നീട് പല സ്ത്രീകൾക്കും ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു. എതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല. അടുത്ത കാലത്താണോ സമൂഹ മാധ്യമത്തിൽ ഈ വ്യക്തിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാല് താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഉണ്ടായപ്പോൾ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ വിഷയം പറഞ്ഞു. ആ വിഷയം പറഞ്ഞിട്ടും അവർ ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള നിലപാടെടുക്കുകയോ ഇത് കറക്റ്റ് ചെയ്തിട്ടില്ലെന്നുള്ളത് ദുഃഖകരമല്ലേ? വളരെ നീതിയാണ്. നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ മെസ്സേജ് എത്ര മാസം മുമ്പായിരുന്നു? 3.5 വർഷം മുമ്പ്. 1.5 വർഷം. ഇത് നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അതിനുശേഷമാണ് ജനപ്രതിനിധിയായതും പ്രത്യേക അതിനുശേഷമാണ്. ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇരുട്ടം നിൽക്കട്ടെ എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട്? അങ്ങനെയല്ല.